ഹരേ കൃഷ്ണ. സത്യം കൊണ്ട് മനസ്സും സ്നേഹം കൊണ്ട് ഹൃദയവും സേവനം കൊണ്ട് ജീവിതവും സമ്പന്നമാക്കാം. ഒരു തുള്ളി ജലം ചെളിയിൽ വീണാൽ അത് ചെളിവെള്ളമായി തീരുന്നു. അതേ വെള്ളത്തുള്ളി ഒരു പുണ്യനദിയിൽ വീഴുമ്പോൾ അത് തീർത്ഥജലമായി തീരുന്നു. ആ ജലം ഒരു ചൂടുള്ള പാത്രത്തിലേക്ക് വീണാൽ കത്തിക്കരിഞ്ഞ് നീരാവിയായും വീഴുന്നു. ഒരു ഇലയിൽ വീണാലോ അത് മുത്തുപോലെ തിളങ്ങുകയും ചെയ്യുന്നു. ചിപ്പിക്കുള്ളിൽ വീണാലോ അത് മുത്താവുകയും ചെയ്യുന്നു. ഇവിടെയെല്ലാം ജലം ഒന്ന് തന്നെയാണ്. പക്ഷേ അത് ഏത് അന്തരീക്ഷത്തിലും ചുറ്റുപാടിലുമാണോ ഉള്ളത് അതിനനുസരിച്ച് രൂപം മാറുന്നതായും കാണാം. ഇതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കൂട്ടായ്മകളും എങ്ങനെ തന്നെയാണോ നമ്മളും അങ്ങനെ തന്നെ ആയിത്തീരുന്നു. ചിലരുമായുള്ള ചങ്ങാത്തം നമ്മുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുമ്പോൾ മറ്റു ചിലരുമായുള്ള ചങ്ങാത്തം നമ്മുടെ ജീവിതം തന്നെ സുന്ദരമാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ എങ്ങനെ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ എല്ലാ ബാധ്യതയും നമുക്കുണ്ട്. കാരണം നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ കൂട്ടായ്മയും എങ്ങനെയാണോ അതുപോലെ നമ്മളും ആയിത്തീരുന്നു. ഈശ്വരനോട് കൂട്ടുകൂടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. ഈശ്വരനോട് കൂട്ടാവുമ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാരെയും കൂട്ടായ്മയും ഈശ്വരാനുഗ്രഹത്താൽ തന്നെ കിട്ടുന്നു. ഉറപ്പായും ജീവിതം സുന്ദരമാകും. അതായത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്തിനോട് താതാത്മ്യം പ്രാപിക്കുന്നുവോ, നമ്മൾ അത് തന്നെ ആയിത്തീരുന്നു. നാം പോലും അറിയുന്നില്ല നമ്മൾ അങ്ങനെയാകുന്നത്. ഇത് തന്നെയാണ് സത്യം, പരമമായ സത്യം. എന്നെ ശ്രവിക്കുന്ന എൻ്റെ നല്ല കൂട്ടുകാർക്കായി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.